7 കൊല്ലങ്ങൾക്ക് മുമ്പ് പുതിയങ്ങാടി കടപ്പുറം പൂയി വാരിട്ടാ കാണാത്ത പുരുഷാരം ആടെ ഒരു നാടകം കളിക്കുക. വയലാറിന്റെ ആയിഷ. കോഴിക്കോട്ട് എണ്ണം പറഞ്ഞ എല്ലാ നാടകക്കാരുണ്ട്. ബാസേട്ടനും കുഞ്ഞാണ്ടിയേട്ടനും അയമുക്ക് സെയ്ദുക്ക് വിലാസിനെ എടുത്തിയും ഇരിക്കൽ നാരായണ എടുത്തിയും വില്ലാപ്പള്ളി രാജമാഷ് എല്ലാവരും ഉണ്ട്. നമ്മളെ ബാപ്പയില് ഇറച്ചി വെട്ടുകാരൻ അന്തർമാന്റെ വേഷ. എപ്പോഴും അരയില് കത്തിയും കൊണ്ട് നടക്കുന്ന ഇറച്ചി വെട്ടുകാരൻ അന്തർമാൻ. നമ്മുടെ അടുത്തേക്ക് വരണ്ട. അന്തർമാനാ പറയുന്നത്. വെട്ടിയരികി ഞമ്മള് പരാന്താ ഞമ്മക്ക്. അറിയാത്ത പരാന്ത്, ചോരയുടെ പരാന്ത്, പച്ചിറച്ചീന്റെ പരാന്ത. നായ്ക്കളെ, എന്നെയും കൂടി വലിച്ചെറിയോ അതിലേക്ക്. നമ്മുടെ പൊര കത്തിയിരിക്കുന്ന ആ തീയിലേക്ക് ഞമ്മള് കത്തി അമരട്ടെ. എന്നിട്ട് വെന്തരയുന്ന അതിരുവേണ്ട പച്ചിറച്ചീന്റെ പണം കേട്ട് നീയൊക്കെ ചിരിക്കി, ആർത്താർത്താർത്ത് ചിരിക്കി. എന്നാലും ഞമ്മള് തോക്കൂല. ഒരു ദുനിയാവിലും ഞമ്മളെ തോപ്പിക്കാൻ പറ്റൂല. ബാപ്പാന്റെ അഭിനയം കണ്ടിട്ട് എല്ലാരും കൈയടിക്കുന്നുണ്ട്. പെട്ടെന്നാ ബാപ്പ സ്റ്റേജിൽ വീണത്. എല്ലാരും വിചാരിച്ച് അഭിനയിക്കുകയാണ്. നമ്മളും വിചാരിച്ച് അഭിനയിക്കുകയാണ്. പിന്നെയാ നമുക്ക് മനസ്സിലായി നമ്മളെ ബാപ്പ മയ്യത്തായി. സെയ്ദിക്കുക ഈ കത്തി നമ്മളെടുത്ത് കൊണ്ടുതന്ന്. അതിനുശേഷം ഇതേടെ പോകുമ്പോ നമ്മൾ അരയിലുണ്ടാവും. ഇത് അരയിലുണ്ടാവുമ്പോ ബാപ്പാന്റെ നാടകെല്ലാം നമ്മളെ കൂടെ എങ്ങനെയുള്ള എൻ്റെ തൊട്ട് തോന്നും. കത്തിയോണ്ട് എങ്ങനെയാണോ നമ്മൾ മറ്റൊരു മനുഷ്യന്റെ നെഞ്ചിലേക്ക് കുത്തുക? എങ്ങനെയാ മൊയ്തീനെ നമ്മൾ മറ്റൊരു മനുഷ്യന്റെ പറ്റൂല. ഞമ്മക്ക് പറ്റൂലടോ. കൊല്ലാനല്ല, ജീവിക്കാനാ ബാപ്പാന്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ച്. ഒരൊറ്റ രാത്രി നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ശരി, ഒരു ജമ്മം മുഴുവൻ കഴിഞ്ഞതിനോട്ട് തോന്നണോ? ഇനി നോക്ക്, നേരെ ഇരുട്ടി വിളിക്കാൻ ഇനി അത്രയും സമയമുള്ളൂ. ഒന്ന് വെളുത്ത് കിട്ടിയാതി. ഇനി താമരശ്ശേരിക്കൂ ഞാൻ വിദ്യാ പഠിക്കുമ്പോ ഈ രാത്രി ഇരുട്ടി വെളുക്കുന്നത് വലിയൊരു തുറസിലേക്കാ. അതൊക്കെ പോട്ടെ, എനിക്ക് അവരോടൊരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് അതിന്റെ സാധനം ഓപ്പറേഷൻ നടത്തണം. എങ്ങനെയാണോ ബാക്കിയുള്ള കാര്യം നമ്മൾ തരുടോ. എന്തിനാണോ ഈ കായ് ഇതും ഇങ്ങനെ കെട്ടിക്കൊണ്ടിച്ച് നടന്നിട്ട് എന്താണോ ഒരു കാര്യം? ഒരു ഉരുളപൊട്ടൽ വന്നാൽ മതി, ഒരു മലവെള്ളം പാച്ചില് വേണ്ട, ഒരു മുള്ളു നിറച്ചാൽ മതി, ഒരു മുള്ളു നിറച്ചാൽ മതി, ആടത്തീരും. അതിനിടയ്ക്ക്
കഞ്ഞിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതേ ഉണ്ടാവും. നാളെ നേരത്തെ മോളെ കല്യാണം, അതിന് കൊടുക്കേണ്ട ഒരു പൈസ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ അതിന്റെ സാഹചര്യം ഓപ്പറേഷനുള്ള മനുഷ്യനേക്കാൾ വലുതാവുന്ന മനുഷ്യപ്പത്തിന്റെ പേരാസ്മാനെ തുനിയാവുന്നത് ഞാനാ അതിന്റെ സൈഡേ ഉസ്മാന്റെ മൊയ്തീന്. അപ്പോ അപ്പോ നമ്മള് സ്നേഹിതന്മാർ. അലുവ മുറിക്കുമ്പോൾ അറിയാതെ നാവിലായൂറുന്ന മധുര